മലയാളികളുടെ ഏറെ പ്രിയപ്പെട്ട സീരിയൽ സീതാ കല്യാണം പുതിയ വരിത്തിരിവിലേക്ക്. സീത മരിച്ചോ അതോ ജീവിച്ചിരിപ്പുണ്ടോ എന്ന കാര്യത്തിൽ സംശയമാണ്. രാജേശ്വരി ദേവി സീതയെ കൊല്ലാൻ ജയശങ്കർ എന്ന് പറഞ്ഞ വാടക കൊലയാളിയെ ഏർപ്പാടാക്കും. എന്നിട്ട് ജയശങ്കറിന് സീതയെ കൊല്ലാൻ അവസരമുണ്ടാക്കാൻ വേണ്ടി രാജേശ്വരി ദേവി കറങ്ങാൻ പോകുന്ന ഭാവത്തിൽ തന്റെ കുടുംബത്തോടൊപ്പം പോയി ഒരു റിസോർട്ടിൽ താമസിക്കും. ആ റിസോർട്ടിൽ തന്നെ ജയശങ്കർ എന്ന് പറഞ്ഞ വാടക കൊലയാളിയും എത്തും. ആദ്യമേ ജയശങ്കർ സീതയെ സ്വിമ്മിംഗ് പൂളിൽ തള്ളിയിട്ട് മുക്കിക്കൊല്ലാൻ ശ്രമിക്കും. എന്നാൽ കൃത്യസമയത്തിന് കല്യാൺ അവിടെ എത്തി സീതയെ രക്ഷപ്പെടുത്തും. കല്യാണിനെ കണ്ട് ജയശങ്കർ ഓടിപ്പോകും. കല്യാൺ ജയശങ്കറിന്റെ പുറകെ ഓടും. എന്നാൽ ജയശങ്കർ അവിടെ നിന്നും രക്ഷപ്പെടും. എന്നാൽ ഈ കാര്യം പോലീസിൽ അറിയിക്കാം എന്ന് കല്യാൺ പറയുമ്പോൾ റിസോർട്ട് ഉടമ എതിർക്കും. ഈ കാര്യം പോലീസിൽ അറിയിച്ചാൽ ഇത് റിസോർട്ടിന് ഒരു കളങ്കമാകും എന്ന് റിസോർട്ട് ഉടമ പറയും. ഇതിനുശേഷം കല്യാൺ ഈ സംഭവം വിടും. ഇത് കഴിഞ്ഞ് രണ്ടാമത് സീതയെ കൊല്ലാൻ ജയശങ്കറിന് രാജേശ്വരി ദേവി നിർദ്ദേശം നൽകും. എന്നാൽ ഇപ്രാവശ്യം ജയശങ്കർ സൈലൻസർ ഘടിപ്പിച്ച ഒരു തോക്കാണ് സീതയെ കൊല്ലാൻ ഉപയോഗിക്കുന്നത്. സീത തനിച്ച് റിസോർട്ടിന്റെ പുഴയോരത്ത് ഭംഗി ആസ്വദിക്കാൻ എത്തുന്നു. അവിടെ തന്നെ ജയശങ്കർ മരത്തിന്റെ പുറകിൽ നിന്ന് സീതയെ ഉന്നം വെക്കുന്നു. അപ്പോഴാണ് അവിടേക്ക് സീതയുടെ അനിയത്തി സ്വാതിയും ഭർത്താവ് അജയും കൂടെ എത്തുന്നത്. സ്വാതി സീതയുടെ മുന്നിൽ കയറി നിൽക്കും. അപ്പോഴാണ് സീത ജയശങ്കർ തന്നെ ഉന്നം വെക്കുന്ന രംഗം കാണുന്നത്. സീത ഉടനെ തന്നെ തന്റെ മുന്നിൽ നിൽക്കുന്ന സ്വാതിയെ തള്ളി മാറ്റും. ഇത് കണ്ട് ജയശങ്കർ ഓടും. എന്നാൽ സ്വാതി സ്റ്റെപ്പിൽ നിന്നും ഉരുണ്ട് താഴെ എത്തും. സ്വാതിക്ക് ഉടനെ തന്നെ വയറുവേദന തുടങ്ങും. സ്വാതിയെ അജയുടെ കയ്യിൽ ഏൽപ്പിച്ച് സീത ജയശങ്കറിന്റെ പുറകെ ഓടും. അപ്പോഴേക്കും രാജേശ്വരി ദേവി അവിടെ എത്തുന്നു. അങ്ങനെ രാജേശ്വരി ദേവിയും അജയും കൂടി സ്വാതിയെ ഹോസ്പിറ്റലിൽ എത്തിക്കും. ഹോസ്പിറ്റലിൽ ഇരിക്കുമ്പോഴാണ് ജയശങ്കർ രാജേശ്വരി ദേവിയെ ഫോണിൽ വിളിക്കുന്നത്. എന്റെ പുറകെ ഓടി വന്ന സീതയെ ഞാൻ വെടിവെച്ചു കൊന്നു എന്ന് ജയശങ്കർ രാജേശ്വരി ദേവിയോട് പറയും. ഇത് കേൾക്കുമ്പോൾ രാജേശ്വരി ദേവിക്ക് സന്തോഷമാകും. തനിക്ക് ഉടനെ തന്നെ ബാക്കി പണം വേണമെന്ന് ജയശങ്കർ ആവശ്യപ്പെടും. ഉടനെ തന്നെ ബാക്കി പണം അറേഞ്ച് ചെയ്യാം എന്ന് രാജേശ്വരി ദേവി ജയശങ്കറിനോട് പറയും. എന്നാൽ പിടിക്കപ്പെട്ടാൽ തന്റെ പേര് പുറത്തു പറയല്ലെന്ന് രാജേശ്വരി ദേവി ജയശങ്കറിനോട് പറയും. താൻ ഒരിക്കലും പിടിക്കപ്പെടത്തില്ലെന്ന് ജയശങ്കർ രാജേശ്വരി ദേവിയോട് പറയും. ഇത് കഴിയുമ്പോൾ സ്വാതിയെ ചികിത്സിക്കുന്ന ഡോക്ടർമാർ പുറത്തു വരും. സ്വാതിക്ക് ഒരു കുഴപ്പവുമില്ല. എന്നാൽ കുട്ടിയെ രക്ഷപ്പെടുത്താൻ പറ്റില്ലെന്ന് ഡോക്ടർമാർ പറയും. ഇത് കേൾക്കുമ്പോൾ അജയ് പൊട്ടിക്കരയും. എന്നാൽ റിസോർട്ടിൽ കല്യാൺ പോലീസിനെ വിളിച്ചു വരുത്തും. പോലീസ് ഉടനെ തന്നെ അന്വേഷണം തുടങ്ങും. അവിടെ അടുത്തുള്ള എല്ലാ കാട്ടിലും പോലീസ് അന്വേഷിക്കും. എന്നാൽ സീതയെ കണ്ടെത്താൻ സാധിക്കത്തില്ല. അപ്പോൾ എല്ലാവരും സീത മരിച്ചു എന്ന് കരുതും. എന്നാൽ സീത മരിച്ചിട്ടില്ല. സീത ആ വെടിവെപ്പിൽ നിന്നും രക്ഷപ്പെടും. കുറച്ചു ദിവസങ്ങൾക്ക് ശേഷം സീതയും കല്യാണും വീണ്ടും ഒന്നിക്കുന്നു. പ്രേക്ഷകർ കാത്തിരുന്ന ആ നിമിഷത്തിന് ഇനിയും കുറച്ചു നാളുകൾ മാത്രം. ഈ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമന്റായി രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. കൂടാതെ തന്നെ കൂടുതൽ സിനിമ സീരിയൽ വിശേഷങ്ങൾക്കായി ഞങ്ങളുടെ ചാനൽ സൗജന്യമായി സബ്സ്ക്രൈബ് ചെയ്യുക. ഞങ്ങളുടെ ചാനലിനെ കുറിച്ച് കൂടുതൽ ഞങ്ങളുടെ ഒഫീഷ്യൽ ഫേസ്ബുക്ക് പേജ്, ഇൻസ്റ്റാഗ്രാം പേജ് ഫോളോ ചെയ്യുക. ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്. മലയാളീസ് ചോയ്സ്. Thank you for watching this video. Thank you. Signing out.